സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ് മീറ്റപ്പ് ആയിട്ട് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇവിടെ കുറേ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗൈസ് കുറേ വെറൈറ്റി ബസ്സുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ്ട് ഗൈസ് അബിയോയ്സ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് യൂട്യൂബറാണ്. ശരി ഗൈസ്, ഇതാരെ ഇറക്കിയത് ഗൈസ്? സൈഡിലൊക്കെ ഫുൾ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബും എല്ലാം കൊടുത്തിട്ടുണ്ട്. അബി ബ്രോ ഫാൻസ് അഡ്നൻ ഗൈസ്. ഇത് മറ്റേ അഡ്നൻ ബ്രോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൊള്ളാം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ചാമ്പ്യൻസിൻ്റെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ബസ്സിൽ കയറട്ടെ. കുറേ ടൈമായി നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ 360 ക്യാമറ വെച്ചോരില്ലേ ഗൈസ്. ആ വ്യൂ എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ ഗൈസ് ഇങ്ങനെ 360 ക്യാമറ വെച്ച് പോകുന്ന പോലെ വെച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ എപ്പോഴും എടുക്കുന്ന പോലെ എടുക്കാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ വൻ ബ്ലോക്കാണല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ബസ് എടുത്തിട്ട് പോവുക, റിവേഴ്സ് എടുത്തിട്ട് പോകേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്കൂടെ ഗൈസ് ഒരു ഗ്യാപ്പ് പോലും ഇല്ല. മറ്റേ വണ്ടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും തട്ടുന്നുണ്ട്. റിവേഴ്സ് എടുത്തിട്ടേ ഇതിലേ പോകാനാ ഗൈസ്. ഈ വണ്ടിയുടെ ഉള്ളിൽ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോകുന്നുമില്ലല്ലോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ. അല്ലേ നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണ്ടോ. ഇപ്പോൾ ആണെങ്കിൽ ആ വണ്ടിക്കിട്ട് തട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരെ എന്തായാലും പോകാം ഗൈസ്. പിന്നെ വീഡിയോ എടുക്കേണ്ട ഗൈസ് ലൈക്ക് അടിച്ച് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. ഇപ്പോൾ ക്യാമറ ആംഗിൾ ഇങ്ങനെ വെച്ചിട്ട് ഗൈസ് നമ്മളെ കാലൊന്നും കാണുന്നില്ല. ആകപ്പാടെ 2 കൈ മാത്രമുണ്ട്. സാധാരണ നമ്മുടെ കാലൊക്കെ കാണണ്ടായിരുന്നു. എന്തായാലും ഗെയിമിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടിയിട്ടെ ഗൈസ്. ഗ്രാഫിക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു പോകും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും പറയാം. എനിക്ക് തോന്നുന്നത് ഈ ഫോൺ ഹീറ്റായി കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിട്ട് നിർത്തിയിട്ടിട്ട് ഗൈസ് വന്ന ബസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എല്ലാ ബസ്സും ഗൈസ് മര്യാദയ്ക്ക് നോക്കാനൊന്നും പറ്റിയില്ല. കാരണം അവിടെ നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് ഗൈസ് എല്ലാ ബസ്സിനും പാർക്കാക്കാനൊന്നും ഉള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാം പാർക്ക് ചെയ്യാൻ നമ്മളൊരു സ്ഥലം നോക്കി എവിടെയെങ്കിലും നിർത്തണം. അപ്പോൾ മാസ്കിനൊന്നും കാണുന്നില്ല ഗൈസ്. മാസ്ക് വന്നായിരുന്നേ നമ്മളെ മാസ്കിനെ ഫ്രണ്ടിൽ വിട്ടാൽ മതിയായിരുന്നു. ഞാൻ ഇപ്പോൾ വരാം. ഞാൻ ഇവിടെ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കാർ വാഷിൻ്റെ ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് അവിടെ വരെ എത്തണം. നിങ്ങളാ പുതിയ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ? ഇപ്പോൾ വരാം. അത് തന്നെ, നമ്മളാ പുതിയ റോഡ് കൂടി പോകുന്നുണ്ട്. കാരണം ഇതിലെ പുതിയ റോഡ് വന്നപ്പോൾ തന്നെ ഗൈസ് നമ്മൾ ഇവിടെ തന്നെയാണ്. വേറെ റൂട്ടിലോട്ടൊന്നും പോകാറില്ല ഗൈസ്. ഇപ്പോൾ ഏത് നേരം ഈ പുതിയ റോട്ടിൽ തന്നെയാണ്. പഴയ റോട്ടിലേക്ക് നമ്മൾ ഓടിച്ചോടിച്ച് മടുത്തില്ലേ ഗൈസ്. ഇനിയിപ്പോൾ ഇത് ഓടിച്ചോടിച്ച് മടുക്കും. അപ്പം പിന്നെ എല്ലാ റോഡും പിന്നെ കണക്കായിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ആദ്യം ഓടിക്കുന്ന ആ ഫീലൊന്നും പിന്നെ ആ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ ഉണ്ടാവില്ല. എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓപ്പൺ വേൾഡ് തന്നെ വേണം. ഓപ്പൺ വേൾഡിൽ കൂടെ ഒക്കെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നത് നമ്മൾ എത്ര ഓടിച്ചാലും സ്ഥലങ്ങളൊന്നും തീരാൻ പാടില്ല. അതുപോലത്തെ സ്ഥലം വേണമെങ്കിൽ നീ വല്ല PC ഗെയിമും കയറ്റി കളിക്കേണ്ടി വരും. അല്ലാണ്ട് നമ്മുടെ ഫോണിലൊന്നും നടക്കൂല. നമ്മുടെ ഫ്രണ്ടിലാണ്ട് കേസ് മറ്റേ 1S പോകുന്നുണ്ട് കേട്ടോ. 1S പോകുമ്പോൾ കേസ് ഒരു കൊമ്പനും കൂടെ വേണ്ടായിരുന്നോ? കൊമ്പനും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയതിനെ. ബേക്കിൽ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, മറ്റേ നെറ്റിയപ്പട്ടമൊക്കെ വെച്ചിട്ട്. അത് കണ്ടോ ഒറ്റ ഞാൻ സൈഡിൽ കൂടെ പോയത്. ആ സീനിയ സാധനം കേട്ടോ. അതുവരെ ഞാൻ എൻ്റെ പൊന്നെ തീരുമാനമായി. അടുത്തതും കൂടെ കൊണ്ട് ഇടിച്ച് കേസ്. അവിടെ ഒന്ന് ഇടിച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് ഇടിച്ച്. നിങ്ങളത് കണ്ടായിരുന്നു കേസ്? ആ പൊട്ടിപ്പോയത്. ഇതിനൊക്കെ ഇത്ര ഒറിജിനാലിറ്റി ഫീലൊക്കെ കൊണ്ടായിരുന്നു. അത് ഫുൾ ഇടിച്ച് പൊളിച്ചോണ്ട് പോകുന്നത് ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഇടിച്ച് പൊളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ അതിപ്പോൾ പൊട്ടിപ്പോയത്. പോയിട്ട് വണ്ടി ഇടിച്ചപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏതായാലും പോയിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയാലും നമ്മളൊരു പുതിയൊരു സംഭവം കൂടെ കണ്ടല്ലോ. അപ്പം അത്രയും വളർന്ന് നമ്മുടെ CPM. അതൊന്ന് ജസ്റ്റ് ബാക്ക് അടിച്ച് നോക്കുക കേട്ടോ. അത് ശരിക്കും കേസ് ആ വണ്ടി ഇങ്ങനെ ഇടിച്ചുകൊണ്ട് പോകുമ്പോൾ കറക്റ്റ് അതിങ്ങനെ പൊട്ടി വീഴൂലേ. അങ്ങനെ അവിടെ പൊട്ടിപ്പോയി. വണ്ടി തന്നെ ഇങ്ങോട്ട് ഒതുക്കിയേക്കുന്നേ. മറ്റേ വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ടല്ലോ. അത് പമ്പാണോ ഗൈസ്? അത് പുതിയ പമ്പാന്ന് തോന്നുന്നല്ലേ? പമ്പാണോ അത്? എനിക്കറിയത്തില്ല. ഇനി പമ്പാണോ പമ്പൊന്നും അല്ലെന്ന് തോന്നുന്നല്ലേ. എനിക്ക് കറക്റ്റ് അത് അറിഞ്ഞുകൂടാ. അതിന് നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് റോഡ് കാണുന്നുണ്ട്. ഇത് വെച്ച് പിടിക്കാൻ ഗൈസ്. ഇത് ഇങ്ങനെ പോയി അവിടെ കൊണ്ടുവന്ന് പാർക്ക്